മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അത് സംബന്ധിച്ച് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ്, സൗണ്ട് പ്രോബ്ലം ഉണ്ടായി. ദെൻ അഗെയിൻ ഞാനിത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ഹാവ് ടേക്കൺ എ വീഡിയോ, 8 minutes വീഡിയോ, ബട്ട് ഇറ്റ് കൊളാപ്സ് വിതൗട്ട് സൗണ്ട്. ദാറ്റ്സ് വൈ. എന്തോ ആയിക്കോട്ടെ, ശബ്ദമില്ലാതെ പോയി. മേരാ ദർശകോ, मैं अभी कुछ भाग एक वीडियो ടൈക്കൺ, ബട്ട് कुछ नहीं, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, ഒരു കേരളത്തുകാരൻ അതുപോലെ ഒരു ഡൽഹിക്കാരൻ, ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. വൺ ഫ്രം ഡൽഹി ആൻഡ് വൺ ഫ്രം കേരള. दोनों met together at Delhi, in Delhi. Okay. അപ്പോൾ രണ്ടാളുകൾ, ഒരു കേരളത്തുകാരനും ഒരു ഡൽഹിക്കാരനും ഡൽഹിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇപ്പോൾ ഡൽഹിക്കാരന് ഹിന്ദി മാത്രം അറിയും, എന്നാൽ കേരളത്തുകാരന് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഈ 3 ഭാഷകൾ അറിയാം. ദി ഡൽഹി വൺ ഓൺലി നോ ഇംഗ്ലീഷ്, ബട്ട് ദി കേരള വൺ നോസ്, ഹി നോസ്. ഇത് വേണം, ഈ 3 ഉപയോഗിക്കാം കേട്ടോ. അറിഞ്ഞിരുന്നു, അറിയും, അറിഞ്ഞു, ഇത്തരത്തിലുള്ള ടെൻസിലെ വ്യത്യാസം. അപ്പോൾ അദ്ദേഹത്തിന് ഈ 3 ഭാഷകൾ അറിയാം. ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളം അറിയാം. ദി കേരള വാല ഹിന്ദി മാലും, അംഗ്രേസി മാലും, മലയാളം വെറും മലയാളം ഭീ മാലും. ഓക്കെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ ദോസ്ത് ഭീ ഹെ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഒരു കണ്ടുമുട്ടുകയാണ്. ഹലോ, ഹൗ ആർ യു? അപ്പോൾ ഹിന്ദിക്കാരനോട് പറയുകയാണ് കേരളത്തുകാരൻ, ഹലോ ഹൗ ആർ യു, അല്ലേ, സുഖം തന്നെ അല്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ടീക്കെ ഭായ്, ആപ് കിധർ സെ ആ രഹി ഹെ, വേർ ആർ യു ഫ്രം? അത് ഹിന്ദിയിൽ ചോദിക്കുകയാണ്. ആപ് കിധർ സെ ആ രഹി ഹെ, താങ്കൾ എവിടെ നിന്ന് വരുന്ന ആളാണ്, ഏത് രാജ്യക്കാരൻ, ഏത് നാട്ടുകാരൻ? മാം കേരള സെ ആ രഹി, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഓ ആപ്കാ നാം? മേരാ നാം ജോസഫ്, എൻ്റെ പേര് ജോസഫ് എന്നാണ് പറയുന്നു. മേരാ ദോസ്ത്, ഇതെൻ്റെ ദോസ്താണ്, എൻ്റെ ഇസ് മൈ ഫ്രണ്ട്, ഇതെൻ്റെ ചങ്ങാതിയാണ്. മനസ്സിലല്ലേ? മേരാ ദോസ്ത്. ദോസ്തി ഹം നഹീ ചോടെംഗെ, ചോടെംഗെ ഹം മഗർ തേരാ സാത്ത് നാ ചോടെംഗെ. നല്ലൊരു ഗാനമാണ് അല്ലേ? ഷോലെ എന്ന ഫിലിമല്ലേ. എല്ലാം നല്ല ഗാനങ്ങളാണ്, നല്ല സിനിമയാണത്. ഇറ്റ്സ് എ സൂപ്പർ വൺ. ബടാ 2 കൊല്ലമൊക്കെ ഒരു തിയേറ്ററിൽ തന്നെ ഓടിയ സിനിമയാണ്. വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ, അല്ലേ? 2 years കണ്ടിന്യൂയിങ്, ഇറ്റ്സ് റണ്ണിങ്, ഇറ്റ്സ് റാൻ ഇൻ എ തിയേറ്റർ, യുനോ. അപ്പോൾ ഈ സിനിമ ഒരുപാട് ഓടിയതാണ്. അപ്പം ഞാനിങ്ങനെ ദോസ്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ അതിലേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് രസകരമായി മുന്നോട്ട് പോകാം, എന്നാൽ നിങ്ങൾക്ക് വളരെ രസകരമായി ഇത് പഠിക്കാനും പറ്റും. അപ്പോൾ ചോദിക്കുന്നു അദ്ദേഹം, അപ്പോൾ പറയാണ്, ഓ ഓക്കെ, ഏ സാത്തി അല്ലേ, മേരാ ദോസ്ത്. സാത്തി നേപ്പാളി കേട്ടോ, ദോസ്ത് ഇതെൻ്റെ ദോസ്താണ്, ചങ്ങാതിയാണ്. ആപ്കാ നാം കാ ഹെ? മേരാ നാം അരുൺ ഹെ, എൻ്റെ പേര് അരുൺ എന്നാണ്. ആപ് ക്യാ കർത്തി ഹെ? മേ ഡോക്ടർ ഹും, ഞാനൊരു ഡോക്ടറാണ്. ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ബച്ചോं का ഡോക്ടർ ഹെ. ഓക്കെ ഓക്കെ ഓക്കെ. കൈസെ ഹോ ഇധർ, ഇവിടെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം. വെരി ഗുഡ്, ഇറ്റ്സ് വെരി നൈസ്, അച്ചാ ഹെ എന്ന് പറയുകയാണ് മലയാളി, അതായത് കേരളത്തുകാരൻ. ഓ ആപ്കോ? മേരെ കോ വെരി അച്ചാ ഹെ. ഡൽഹി വെരി അച്ചാ പറയാണ്. ഹമാരാ തലസ്ഥാൻ ഹെ ഡൽഹി, അല്ലേ, നമ്മുടെ തലസ്ഥാനം കൂടിയാണ് ഡൽഹി. ശരി. അപ്പോൾ കൈസെ ഘൂം രഹേ ഇധർ സെ, എങ്ങനെ നിങ്ങളിവിടെ ചുറ്റിക്കറങ്ങുന്നത്? ആപ്കോ ഗാഡി, അപ്പനാ ഗാഡി ഹെ, സ്വന്തം വണ്ടിയുണ്ടോ? ഡു യു ഹാവ് യുവർ ഓൺ വെഹിക്കിൾ ടു റോം ഹിയർ? നോ നഹി, ഇല്ല എന്ന് പറയുകയാണ്. നോ മേ ഏക് ഗാഡി ഹയർ കർണാ ചാഹിയെ, എനിക്കൊരു വാടകയ്ക്ക് എടുക്കണ ഒരു വണ്ടി എന്ന് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ആപ് ക്യാ കർത്തെ ഹെ? ജി ജോസഫ്, മേ कॉलेज में पढ़ता है, पढ़ने वाली नहीं, पढ़वा अതാണ് ടീച്ചർ है.
അധ്യാപക് ഹെ. ഞാനൊരു കോളേജിലെ അധ്യാപകനാണ്. आपका परिवार मेरा वाइफ टीचर है. हाई स्कूल में +2 हायर सेकेंडरी में +2 टीचർ है. आपका बेटा एक बेटा അല്ലേ? അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ കുട്ടികൾ. അപ്പോൾ പറയണം ഒരു ആൺകുട്ടി, സൺ ആൻഡ് ഡോട്ടർ. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. സൺ സ്റ്റഡിയിങ് at +2. എൻ്റെ മകൻ मेरा लड़का एक लड़का वो छात्र है +2 में. അവൻ +2 പഠിക്കുകയാണ്. ഓക്കെ. ഡോട്ടർ बेटी 10 कक्षा में छात्र है 10ലെ വിദ്യാർത്ഥിയാണ്. ഓക്കെ എന്ന് പറയാണ്, ശരി എന്ന് പറയണം. അപ്പം അദ്ദേഹം अच्छा है. आप लोग कहाँ से रखती है? എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? Where are you staying here? ഇവിടെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ പറയാണ് मैम और मेरा दोस्त താജ്മഹൽ के पास रखती है. ഞാനും കൂട്ടുകാരനും താജ്മഹലിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. പാസ് അടുത്ത് അല്ലേ? मेरा पास आवो. അതെന്താ ഇവിടെ അങ്ങനെ പോകണം കേട്ടോ, പാട്ടടയിൽ വരും അറിയാതെ. അപ്പോൾ അടുത്താണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അച്ചായ ബി ചായ വളരെ നല്ലതാണ്, അതും വളരെ നല്ലതാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. आपको फ्रूट चाहिए? कैसा फ्रूट आपको चाहिए? आप कैसा फ्रूट चाहिए? आपको कैसा फ्रूट, ഏത് ഫ്രൂട്ടാണ് വേണം? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവർ പറയണം ഫ്രൂട്ട് ഓറഞ്ച്, ബനാന, ദെൻ ഗ്രേപ്പ്. ബി ചലത്താ ഹൈ, അതും കഴിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെകൾ വാങ്ങിക്കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, വാങ്ങിക്കുന്നല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഹോസ്റ്റാണ് ഇവർ അദ്ദേഹത്തിന് അല്ലേ? ഡൽഹിക്കാരൻ്റെ ഹോസ്റ്റുകളാണ് ഇവർ, അതിഥേയറാണ് അല്ലേ? ഗസ്റ്റ് ആൻഡ് ഹോസ്, ഓൺലി വൺ ഗസ്റ്റ് ആൻഡ് ഹോസ്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ആപ്കോ പരിവാർ? മേരാ പരിവാർ ഇധർ സെ പാസ് മേ രഖ്തി ഹെ. മേരേക്കോ ദോ ബേട്ടി ഹെ. 2 പെൺകുട്ടികളാണ് എനിക്ക്, ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ അത് നീണ്ടു പോകുന്നു. വെറും 2 ഗാനത്തോടു കൂടി നമുക്ക് നിർത്താം. അപ്പോൾ നമ്മൾ ഷോലയിലെ പാട്ട് പാടി, അതുപോലെ ഇനി ഒരു തമിഴ് പാട്ടായിക്കോട്ടെ, ഒരു മലയാളം ആയിക്കോട്ടെ, അങ്ങനെ പോവാം. ഒരു മലയാളം ഗാനം ആയിക്കോട്ടെ ആദ്യം തന്നെ. ഞാൻ അതിനു മുമ്പ് പാടിയിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൈ മെമ്മറി ഇസ് വർക്ക്സ്, ഐ തിങ്ക് സോ. അത് ശരിയാണെന്ന് തോന്നുന്നു. യേശുദാസ് പാടിയൊരു ഗാനമാണ്, പഴയ ഗാനം. തങ്കഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച മുയമ്പിന്നു മുടക്കും ഞാൻ. തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി വടക്കിനി തള്ളത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാൻ നേരത്ത് കണ്ടപ്പോൾ മുറപ്പെണ്ണേ നിന്റെ പൂങ്കവിളിങ്കൽ ഞാൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ, പ്രേമത്തിൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ. തങ്കഭസ്മം. അങ്ങനെ പോകണം. വൈസ ചൽത്തി ഹെ ചൽത്തി രഹേ ചൽത്തേ ചൽത്തേ രഹേ. അതങ്ങനെ ഒരു പാട്ട് വേറെ എങ്ങനെ പോകണം കേട്ടോ. ഇനി ഒരു തമിഴ് പാട്ടും കൂടി ആയിക്കോളാം. എന്തിനാണ് നമ്മൾ കുറയ്ക്കണം? നാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ இந்த ഉயிருള്ളവരെ மருதமலை மாமுனியே முருகையா தேவரன் குலம் காக்கும் ஏழையா ஐயா மருதமலை மாமுனியே മുരുകയ്യാ വരുവേ. അങ്ങനെ ഒരു പാട്ട്, ഒരു ഭക്തിപ്പാട്ടാണ്. പഴയ പാട്ടുകളാട്ടോ ഇത് രണ്ടും തമിഴിൽ. പുതിയയിലേക്ക് കിടക്കാം, ഇനിയും സമയം ഉണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇനിയും വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോ 9 മിനിറ്റും കഴിഞ്ഞു പോയി. ഓക്കെ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.